യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. എന്നാൽ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, അതല്ലെങ്കിൽ താമസിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഹോട്ടൽ ഏതാണ് എന്നിവയൊക്കെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഒന്നുകൂടെ ഈസിയായി എന്ന് പറയാൻ സാധിക്കും. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഗൂഗിൾ ട്രിപ്പ്. യാത്രയെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രിപ്പ്. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗൂഗിൾ ട്രിപ്പിനെ കുറിച്ചാണ്. ഗൂഗിൾ ട്രിപ്പ് iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. യാത്ര പോകുന്നതിന് മുമ്പാണ് ഗൂഗിൾ ട്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. നമുക്ക് യാത്രയെ സഹായകരമാകുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഗൂഗിൾ ട്രിപ്പ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഗൂഗിൾ ട്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഗൂഗിൾ ട്രിപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ട്രിപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. പിന്നെ ഗൂഗിൾ ട്രിപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വഴി സിങ്ക് ചെയ്യുക. ഗൂഗിൾ ട്രിപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇനി ഞാനൊരു യാത്ര ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാണ്. യുവർ ട്രിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഞാൻ ഒരു യാത്ര സെറ്റ് ചെയ്യാണ്. ദെൻ ക്ലിക്ക് ചെയ്യുക. താഴെ വന്നു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫോർട്ട് കൊച്ചി സെലക്ട് ചെയ്യാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ ഡീറ്റെയിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും ആ പ്രദേശത്തെ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഓഫ്ലൈനായിട്ട് ലഭിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലേക്കുള്ള ഒരു ട്രിപ്പാണ്. ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിസർവേഷൻ, തിങ് ടു ഡു, ദെൻ സേവ്ഡ് പ്ലേസ്, ഡേ പ്ലേസ്, ദെൻ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് വഴി ഈ ആപ്ലിക്കേഷനെ സിങ്ക് ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഫ്ലൈറ്റിനാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നമ്മുടെ ജിമെയിലിലേക്ക് വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ജിമെയിലിലേക്ക് വരികയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റിസർവേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ റിസർവേഷൻ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി പോയിട്ടുള്ള സ്ഥലങ്ങളുടെ റിസർവേഷനാണ് ഈ കാണുന്നത്. ദെൻ അതിനുശേഷം തിങ് ടു ഡു എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ പോകണം, നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ, ഇൻഡോർ, ഔട്ട്ഡോർ, അതുപോലെ തന്നെ പ്ലേസ് A to Z, കൊച്ചിയിലുള്ള A to Z പ്ലേസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ഔട്ട്ഡോർ എന്തൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും, ഇൻഡോറിൽ നമുക്ക് എന്തൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ കാണുന്നത്. ദെൻ അതിനുശേഷം സേവ്ഡ് പ്ലേസ്, നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അത് പിന്നീട് നമുക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലൊക്കെ വിനിയോഗിക്കാവുന്നതാണ്. ദെൻ ഡേ പ്ലാൻ, നമ്മൾ 2 ദിവസത്തൊക്കെയാണ് കൊച്ചിയിൽ ടൂർ വരുന്നതെങ്കിൽ ഓരോ ദിവസം എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, എവിടെയൊക്കെ നമുക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ഡേ പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്, നമുക്ക് ഏത് ഹോട്ടലിൽ പോകാൻ സാധിക്കും, നല്ല ഹോട്ടലുകൾ ഏതാണ്, ആ ഹോട്ടലുകളുടെ കോൺടാക്ട് നമ്പരൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ പർട്ടിക്കുലർ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഇൻ്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. ദെൻ അതുപോലെ തന്നെ റിവ്യൂ സമ്മറിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ്സിലൊക്കെയോ റിവ്യൂസ് ഒക്കെ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസും അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ട്രിപ്പിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രിപ്പ്. ഗൂഗിൾ ട്രിപ്പ് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ സ്ഥലത്ത് എന്തൊക്കെ കാണാൻ സാധിക്കും, ഹോട്ടലുകൾ, റിസർവേഷൻ, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. യാത്ര പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും യാത്ര പോകുന്ന സുഹൃത്തുക്കൾ ഇതൊന്ന് ട്രൈ നോക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാനും നിങ്ങൾ സഹായിക്കുക. ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.